രാവിലെ നീച്ചപ്പോൾ തന്നെ എൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിത്തരാമെന്ന് പറയുന്നതാണ് ഞാൻ കേട്ടത്. ദീദി അങ്ങനെ തന്നെ വന്ന് പറഞ്ഞത്. അതൊക്കെ കേട്ടപ്പോൾ ഞാനൊന്ന് സന്തോഷിച്ചു. അതിനിപ്പോൾ എന്തിനാണ് പുറത്തുനിന്ന് ഒരാൾ വന്നിക്കണത്? ഒന്ന് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ എന്നെ മാമ കെട്ടിയിട്ട പോലെ പിടിച്ചു വെച്ചിക്കാണ് കേട്ടോ. എനിക്കതല്ല സങ്കടം. ഇത്രയൊക്കെ വലിയൊരു കാര്യം ഇവിടെ നടന്നിട്ടും എൻ്റെ ദീദിക്ക് അതിനെക്കുറിച്ച് ഒരു ഊസലില്ലാതെ അവിടെ ആ പേപ്പറും പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിനി ഓക്കൊരു പണി കൊടുക്കണമെന്ന്. ഇന്നെ അവിടെ എന്താ ചെയ്യണേന്നെങ്കിലും ഒന്ന് നോക്കിക്കൂടെ? ഈ മാമത് തിരിച്ചിട്ടും മറിച്ചിട്ടും എന്ത് ചെയ്യും ആലോചിച്ചിട്ടും പിടിയും കിട്ടത്തില്ല. മുഖത്തൊക്കെ നുള്ളിയിട്ടും പിച്ചിയിട്ടും ശല്യം സഹിക്കാൻ വയ്യ. എന്നാലും ഞാനൊരു പാവക്കുട്ടീനെ പോലെ അവിടെ കടന്നു കൊടുത്തു. അങ്ങനെ എൻ്റെ മുട്ടയെടുക്കൽ പരിപാടി ഇവിടെ തീർന്നു. ഇനി അടുത്തത് നമ്മളെ മുട്ടടിച്ച എന്താകുമെന്ന് ചിന്തിച്ചപ്പം അതന്നെ നമ്മുടെ അപ്പൂസേട്ടൻ. കുട്ടിച്ചാത്തന്റെ ബന്ധുവല്ലോ ഉണ്ണിക്കുട്ടോ. അങ്ങനെ ഞങ്ങളെ പുതിയ സ്റ്റൈൽ എങ്ങനെയുണ്ട് കൂട്ടുകാരെ? കോയിട്ട് 2 കോയിമുട്ട പോലെ ഉണ്ടല്ലേ. സെയിം ടു യു ആയതുകൊണ്ട് ഓക്കൊരു പ്രശ്നമല്ല, എനിക്കൊരു പ്രശ്നമല്ല. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രശ്നമില്ല. മുട്ട ചൂപ്പി